അപ്പോൾ നമ്മളോടൊപ്പം റോഷി ചേരുന്നുണ്ട് നമുക്കൊപ്പം. റോഷി, 30 രൂപ 50 പൈസയാണ് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടർ കുറച്ചത്. നോക്കി നോക്കി ഒരു 5-10 പൈസ ചായ കുറയാൻ സാധ്യതയുണ്ടോ? അരുൺകുമാർ, 30 രൂപ 50 പൈസ ഇന്നു മുതൽ ആ കുറവ് പ്രാബല്യത്തിൽ വരും. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് മാത്രമാണ് വില കുറച്ചത്. 1775 രൂപ 50 പൈസയായി 19 കിലോഗ്രാം തൂക്കമുള്ള സിലിണ്ടറിന്റെ വില കുറയും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന ആരോപണം സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ മാസം മാർച്ച് മാസം വില 30 രൂപ 50 പൈസ ഉയർത്തിയിരുന്നു. ആ കൂട്ടിയ വിലയാണ് ഇപ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതി കുറച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കടകളിൽ, ഈ ചായക്കടകളിലൊക്കെ ചായക്ക് വില കൂട്ടി, ഭക്ഷണങ്ങൾക്കൊക്കെ ഈ ഗ്യാസിന്റെ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാറുണ്ട്. പക്ഷേ വില കുറച്ചാൽ, പാചകവാതകത്തിന് വില കുറച്ചാൽ ഈ ഭക്ഷണത്തിന്റെ വില കുറക്കുന്ന പതിവ് ഹോട്ടലുകളിൽ ഉണ്ടാകാറില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. ഹോട്ടൽ ഉടമകളുടെ ലാഭത്തിൽ വർധനവുണ്ടാകും എന്ന് മാത്രം. 30 രൂപയേ ഉള്ളൂ. 30 രൂപ കുറഞ്ഞു. എനിക്കത് ഇവിടെ ചായക്കട നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ചായക്കട നടത്തുന്ന ആരുമില്ലല്ലോ. 30 രൂപ മാത്രമേ കുറയുന്നുള്ളൂ. ഒരു ഗ്യാസ് സിലിണ്ടറിന് 30 രൂപ കുറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ? 30 രൂപയെ കുറയുന്നുള്ളൂ. 30 രൂപയ്ക്ക് വിലയില്ല. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. അതായത് പിന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ഓരോ മെയിലിലും ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ, വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 30 രൂപയ്ക്ക് വിലയില്ലേ എന്ന് ചോദിക്കുമ്പോൾ 420 രൂപയെ കടന്ന ഗ്യാസ് 820 രൂപയെ 420 രൂപയ്ക്ക് വിലയില്ലേ? അതായത് എത്ര വർഷങ്ങൾ കൊണ്ടാണ്? അതായത് ഞാൻ ചോദിക്കട്ടെ, ഓരോ ദിവസവും ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ 5 രൂപയ്ക്കും ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കാലം കടന്നു പോകും തോറും അങ്ങനെ വില കൂടുന്നുണ്ട്. പക്ഷെ മോദി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 60 രൂപ നമ്മൾ കൊടുക്കണം, 60 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ പാവങ്ങൾക്ക് കിട്ടേണ്ട സബ്സിഡി, നമുക്ക് സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പൊ ഈസ്റ്റർ, റംസാൻ, ഇതെല്ലാം അനുസരിച്ച് ഇത് വെച്ച് 1 രൂപ ഒരു സാധനങ്ങൾ. അതെ, പാവങ്ങൾക്ക് കിട്ടേണ്ട സബ്സിഡി എന്ന് പറയുമ്പോൾ ഗ്യാസിന്റെ സബ്സിഡിയാണോ? ങ്ങളുടെ, അതായത് പഞ്ചസാര, അതുപോലെ തന്നെ ഉഴുന്ന്, വെളിച്ചെണ്ണ, ഇതൊന്നും സപ്ലൈകോയിൽ ഇല്ല. ഇപ്പൊ സാധനങ്ങളൊന്നും ഇല്ല. സപ്ലൈകോ റാക്ക് ഒഴിഞ്ഞു കിടക്കുക. അതെ, റാക്ക് ഒഴിഞ്ഞു കിടക്കുക. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരം മാവേലി സ്റ്റോറോ സപ്ലൈകോ എന്തെങ്കിലും സബ്സിഡിയോ ഉണ്ടോ? അല്ല ഇവര് വലിയ റേഷൻ കടയുണ്ട്. അല്ലല്ല, ഇവര് പറയുന്നുണ്ടല്ലോ, ഇവര് ഏറ്റവും കൂടുതൽ പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണസമിതിയാണ് കേരളത്തിൽ കുറെ നാളുകളുണ്ട്. അപ്പൊ ഇവിടെ അതിദരിദ്രരായിട്ട് മാറിയത് തന്നെ ഇവരുടെ കാര്യങ്ങൾ കൊണ്ടല്ലേ. ഇവര് വേണ്ട അതിദരിദ്രര് ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നും കേരളം. 66,000 ആൾക്കാരേ ഉള്ളൂ. പന്തളം മുനിസിപ്പാലിറ്റി തന്നെ ഉണ്ട് 250 വരെ ഒരു മുനിസിപ്പാലിറ്റിയിലുള്ളൂ. ഇപ്പം ഇവിടെ പന്തളം മുനിസിപ്പാലിറ്റി തന്നെ അതിദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഭരിച്ചതാണ്, കാലാകാലങ്ങളായിട്ട് ഇവരൊക്കെ ഭരിച്ചാണ് ഇത്രയും. അപ്പൊ 25 കോടി ആളുകളെ പട്ടിണിയുടെ വലയത്തിൽ നിന്ന് മാറ്റാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് മോദിയുടെ ഒരു ഗ്യാരണ്ടിയായി BJP അവതരിപ്പിക്കുന്നത്. എന്നാൽ ഗ്യാസിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ആൾക്കാർക്ക് ഇപ്പോഴും പ്രകടനമുണ്ട്. കാര്യം സബ്സിഡി ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വാണിജ്യ സിലിണ്ടറിന് 30 രൂപ കുറച്ചിരിക്കുന്നു. റോഷിയാണ് നമുക്കൊപ്പം ചേർന്നത്.